ഗൈസ്, വെൽക്കം ബാക്ക് ടു എജുപോഡ്. എടാ മക്കളെ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലെ ഗുഡ് സേ പ്യാർ എന്ന് പറഞ്ഞ ഒരു കവിത നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കവിതയുടെ കാര്യമായതുകൊണ്ട് തന്നെ കവിത എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ എഴുതണമെങ്കിൽ കവിതയുടെ ആശയം നമ്മൾ പഠിക്കൽ നിർബന്ധമാണ് അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് തന്നെ സ്വയം ഒരു എന്താ പറയുക, സന്തോഷം അല്ലേ, സന്തോഷം വരത്തുള്ളൂ. കവിതയിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വരുള്ളൂ. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുഡ് സേ പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കവിതയുടെ ആശയമാണ്. ഓക്കെ, അപ്പൊ ആശയം എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ കവിതയിൽ, അതായത് കവിതയുടെ പേരും കവിത എഴുതിയ ആളുടെ പേരും മെൻഷൻ ചെയ്തിട്ട് വേണം നമ്മൾ കവിതയുടെ ആശയത്തിലേക്ക് കടക്കാൻ. സോ കവിത എന്താണെന്നും കവിതയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ മക്കളുടെ മനസ്സിലുണ്ട്. നമ്മൾ അത് ഇതുപോലെ അങ്ങ് പകർത്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കിക്കേടാ. ഗുഡ് സേ പ്യാർ കവിത ശോഭനാഥ് യാദവ് ജീനെ ലിഖി ഹെ. അപ്പൊ ആരാ കവിത എഴുതിയിരിക്കുന്നത്? ശോഭനാഥ് യാദവ് ആണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? കവിത കാ മുഖ്യ ആശയ പ്യാർ ഹേ അല്ലേ? കവിതയിൽ എന്താണ് കാര്യമായിട്ട് പറയുന്നത്? യെസ്, ലവ്, സ്നേഹം, പ്യാർ. യെസ്, സ്നേഹത്തെ കുറിച്ചാണ് നമ്മളോട് കവി പറയുന്നത്. പിന്നെ നോക്കിക്കേടാ, കവി കഹത്തെ ഹേ കി സൂരജ് അപ്നി ഊർജ. കവി നമ്മളോട് പറയാണ് എന്ത്? സൂരജ് അപ്നി ഊർജ, സൂര്യൻ എന്താണ് അതിന്റെ ഊർജം. അതുപോലെ പേട് അപ്ന ഫൂൽ അല്ലേ, അതുപോലെ എന്താണ് പേട് അതിന്റെ പൂക്കൾ അല്ലെ, മരം അതിന്റെ പൂക്കളെയും. ബാദൽ അപ്ന പാനി അല്ലെ, ബാദൽ മേഘം എന്താ ചെയ്യുന്നത്? അതിന്റെ ജലത്തെ, മഴയായിട്ടില്ലേ, ജലത്തെയും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രധാൻ കർക്കെ ദുനിയാമേം ജീവൻ കെ ആധാർ ബനത്തെ ഹെ. അപ്പൊ എന്താണ്? മേഘം അതിന്റെ ജലത്തെയും അതുപോലെ മരം അതിന്റെ പുഷ്പത്തെയും അതുപോലെ എന്താ പറയുന്നത്, സൂര്യൻ അതിന്റെ ഊർജത്തെയും നമുക്ക് പ്രദാനം ചെയ്യുന്നതിലൂടെ എന്താണ് അത് ഓരോ ജീവിതത്തിൽ, ലോകത്തിലെ ഓരോ ജീവിതത്തിന്റെയും ആധാരമായി മാറുകയാണ് അല്ലെ? യെസ്, ആധാരമായി മാറിയിരിക്കുകയാണ്. പിന്നെ നോക്കിക്കേ, ഹമേം ബി ഖുദ് സേ പ്യാർ കർനാ ഹെ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സ്വയം സ്നേഹിക്കുക, നമ്മളെ തന്നെ സ്നേഹിക്കാം. ഓർ അപ്ന പ്യാർ ദൂസരോं को देना है. അതുപോലെ നമ്മുടെ ആ സ്നേഹം മറ്റുള്ളവർക്കും കൊടുക്കുക. നമ്മളെ തന്നെ സ്നേഹിക്കുകയും മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കുകയും വേണം എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കവി ഈ ഒരു കവിതയിൽ നമ്മളോട് തരുന്നുണ്ട് അല്ലേ? യെസ്. പിന്നെ എന്താണ്? ഇസ് പ്രകാർ ഹമേ ദൂസരോं की मदद करनी है. അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യണം അല്ലെ? മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുകയും വേണം. പിന്നെന്താ പറയുന്നത്? പങ്ക്തിയൊക്കെ, പങ്ക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? വരികളാണ് കേട്ടോ, ലിറിക്സ് ആണ് കേട്ടോ. വരികൾ എന്താണ്? വിശേഷ ഭാഷാ പ്രയോഗം അല്ലെ, അതെന്താണ്? ഈ വരികളിലുള്ള ചില ഭാഷാ പ്രയോഗങ്ങൾ, പ്രത്യേക ശൈലികൾ ഉപയോഗിച്ചതിലൂടെ എന്താണ് കവിതാക്കി ശോഭ ബഡ്തി ഹെ. കവിതയുടെ ഭംഗി എന്തായിട്ടുണ്ട്? അതായത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ എന്താണ് കവിതയ്ക്ക് ഒരുപാട് ഭംഗി കൂടിയതുപോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഭാഷാ പ്രയോഗങ്ങളിലൂടെ കവിത എന്തായിട്ടുണ്ട്? മനോഹരമായി മാറിയിട്ടുണ്ട്. ജൈസെ, അതിനൊരു എക്സാമ്പിൾ പറയുകയാണേ, ഇതിനാ പ്യാർ കരേക്കി അല്ലെ. അപ്പൊ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? ഇതിനാ പ്യാർ കരേക്കി, അതുപോലെ ദേ സക്കും പ്യാർ ദുനിയാ കോബി. ഈ രണ്ട്, അതായത് നമ്മുടെ കവിതയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതിലൂടെയൊക്കെ എന്താണ് ആ ഭാഷാ പ്രയോഗത്തിന്റെ ഭംഗിയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഹം പ്രകൃതി സെ പ്യാർ കാ സബക് സീഖേം ഓർ ദൂസരോं की भलाई के लिए जिएം. പിന്നെ അതുപോലെ എന്താണ്? പ്രകൃതിയെ നമ്മൾ സ്നേഹിക്കണം എന്നുള്ളൊരു പാഠവും, അതുപോലെ എന്താ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന്ന് പഠിക്കാം അല്ലെ, നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിന് നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്? ഗുഡ് സേ പ്യാർ എന്ന് പറഞ്ഞ കവിതയുടെ ആശയം. സോ ഈ ഒരു ആശയം എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. കവിതയിലെ എല്ലാ കാര്യങ്ങളും ഈ ഭാഗത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യെസ്, അപ്പൊ ഇതുപോലെ ഓരോ ചാപ്റ്ററിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള മുഴുവൻ ക്വസ്റ്റ്യൻസുമായിട്ട് മിസ് വരും. അപ്പൊ